ഓക്കെ, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിക്കാം. കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളിന് മുമ്പ് നമ്മളിപ്പോൾ ഇവിടെ ക്വാണ്ടം മെക്കാനിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യാറുള്ളത് എവിടെയാണ്? വളരെ മൈക്രോ വേൾഡിലാണ് നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്കൽ തിയറി അപ്ലൈ ചെയ്യാറുള്ളത്. അതായത് ആറ്റത്തിന്റെ മോഷൻ, അല്ലെങ്കിൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോണിന്റെ മോഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇനി പഠിക്കും, അതായത് ചെറിയ ആറ്റത്തിന്റെ ഇടയിലുള്ള, അതായത് രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള വൈബ്രേഷൻ, അങ്ങനെയുള്ള അതിന് മൈക്രോ വേൾഡ് എന്നാ പറയുക. അതായത് മൈക്രോസ്കോപ്പിക് എന്നും പറയാൻ പറ്റില്ല, അതിനേക്കാളും ചെറിയ നാനോമീറ്റർ മുതൽ മൈക്രോമീറ്റർ വരെയൊക്കെയുള്ള റേഞ്ചിലുള്ള നാനോമീറ്റർ, ആൻസ്ട്രോങ് മുതൽ മാക്സിമം മൈക്രോമീറ്റർ അതുവരെയുള്ള സൈസുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ സാധാരണ എന്ത് ഉപയോഗിക്കാറുള്ളത്? ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നു. അവിടെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിക്കാണ്ടായിരുന്ന കാരണം എന്തായിരുന്നു? ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് നമുക്ക് മൈക്രോസ്കോപ്പിക്കലി സോൾവ് ചെയ്യുമ്പോൾ മൈക്രോ വേൾഡിൽ ക്ലാസിക്കൽ മെക്കാനിക്സ്, ഇഫ് യു ആർ അപ്ലൈയിങ് ക്ലാസിക്കൽ മെക്കാനിക്സ് ഇൻ മൈക്രോ വേൾഡ്, വി ആർ നോട്ട് ഗെറ്റിംഗ് ദ എക്സ്പെരിമെന്റൽ റിസൾട്ട്. നമുക്ക് തിയറിറ്റിക്കലി നമ്മൾ അതിൽ വെച്ച് കിട്ടുന്ന റിസൾട്ട്സും എക്സ്പെരിമെന്റിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട്സും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസിക്കൽ മെക്കാനിക്സ് മൈക്രോ വേൾഡിലേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന്. സോ ഇൻ മൈക്രോ വേൾഡ് വി ആർ യൂസിങ് ക്വാണ്ടം മെക്കാനിക്സ്. പക്ഷെ മാക്രോ വേൾഡിൽ നമ്മളിപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സാധാരണ കിട്ടുന്ന റിസൾട്ട് തന്നെ കിട്ടും. ഇനി ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് മാക്രോ വേൾഡിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് കിട്ടുന്ന റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക, അല്ലേ? അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് എല്ലാ വേൾഡിലും അപ്ലിക്കബിൾ ആണ്. പക്ഷേ മൈക്രോ വേൾഡിൽ മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്രോ വേൾഡിൽ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ചാൽ ഒരേ റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ മാത്തമാറ്റിക്കലി കുറച്ച് എളുപ്പമായ ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് നമ്മൾ മാക്രോ വേൾഡിൽ ഉപയോഗിക്കുക. അതായത് നമ്മൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് നടക്കുകയാണ്. അപ്പോൾ നസീബ് മിസാബിന്റെ അടുത്തേക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, നസീബ് മിസാബിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ നസീബിന്റെ സ്പീഡും നസീബിന്റെ വെലോസിറ്റിയും എടുക്കാൻ വേണ്ടി നമ്മൾ വെറുതെ മാറ്റർ വേവ് കൺസെപ്റ്റ് ഒക്കെ ഉപയോഗിച്ച് ക്വാണ്ടം മെക്കാനിക്കലി സോൾവ് ചെയ്യാൻ ശ്രമിക്കാറില്ല. കാരണം അതിന്റെ ആവശ്യമില്ല, ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ചാണ് നമുക്ക് സോൾവ് ചെയ്യാം. അതുപോലെ തന്നെയാണ് സ്പീഡിന്റെ കാര്യത്തിൽ. വളരെ സാധാരണ നമ്മൾ മൂവ് ചെയ്യുന്ന സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ സാധാരണ ക്ലാസിക്കൽ മെക്കാനിക്സിനെ ഉപയോഗിക്കുക. പക്ഷെ ഹയർ സ്പീഡിൽ ലൈറ്റിന്റെ വെലോസിറ്റിയിലൊക്കെ പോകുന്ന ഒരു സാധനത്തിലാണെങ്കിൽ അവിടെ നമുക്ക് ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ട് കിട്ടൂല. അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് ഉപയോഗിക്കുക. അപ്പോൾ ഹയർ സ്പീഡിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ മാക്രോ വേൾഡിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറുള്ളത്? ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിക്കാറുള്ളത്. അതായത് മാക്രോ വേൾഡിൽ സാധാരണ സ്പീഡിൽ പോകുന്ന കേസിൽ ഈ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സോ ക്വാണ്ടം മെക്കാനിക്സോ ഉപയോഗിച്ചാൽ ശരിയായ ഉത്തരം കിട്ടില്ല എന്നല്ല, കിട്ടും, ശരിയായ ഉത്തരം തന്നെ കിട്ടും. പക്ഷെ പ്രശ്നം എന്താ? ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നടക്കുന്ന ആ ഒരു കേസിൽ നമുക്ക് ഇപ്പോൾ വെലോസിറ്റി എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എന്റെ മാസ് എന്താണ്, ഓടുന്ന എന്റെ മാസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി, ഒരു 1 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ നടക്കുന്ന എന്റെ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? m0/√1 - v²/c² എന്ന് പറയുന്ന ഇക്വേഷൻ ഒന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ക്ലാസിക്കൽ മെക്കാനിക്കലി ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഒരേ റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? In the case of macro world and in the case of particle moving with small velocity, we are using classical mechanics. നല്ല സ്പീഡിൽ പോകുന്ന കേസിൽ നമ്മൾ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് ഉപയോഗിക്കുന്നു. മൈക്രോ വേൾഡിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ വന്നതൊന്നുമല്ല, കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്താണെന്നാണ്. കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. Quantum physics gives the same result of classical physics in the limit of large quantum numbers. എല്ലാം മനസ്സിലായോ? അതായത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ലാർജ് ക്വാണ്ടം നമ്പർ, അതായത് ക്വാണ്ടം നമ്പർ വളരെ വലുതാവുകയാണെങ്കിൽ, അതായത് n = 1000, 1500, 2000 ഒക്കെ ആവുകയാണെങ്കിൽ, ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ച് കിട്ടുന്ന റിസൾട്ടും ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിച്ച് കിട്ടുന്ന റിസൾട്ടും എന്ത് തന്നെയായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ തിയറി ഉപയോഗിച്ച് നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ടും ക്വാണ്ടം മെക്കാനിക്സിലെ തിയറി ഉപയോഗിച്ച് നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് ഒന്ന് തന്നെയായിരിക്കും. അത് തന്നെയായിരിക്കും നമുക്ക് എക്സ്പെരിമെന്റിൽ ഒബ്സർവ് ചെയ്യുന്ന സാധനം. അപ്പൊ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അതായത് നിങ്ങൾ റൂദർഫോർഡ് ആറ്റമിക് മോഡലിന്റെ ഡ്രോബാക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇലക്ട്രോൺ ന്യൂക്ലിയസിറ്റി ചുറ്റും ഓർബിറ്റിൽ റിവോൾവ് ചെയ്യാൻ മീൻസ് അതെന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് എ ചാർജ് ആക്സലറേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ആൻ ആക്സലറേറ്റഡ് മോഷൻ ഓഫ് ചാർജ്. ഇഫ് എ ചാർജ് ഈസ് ആക്സലറേറ്റിംഗ്, ദാറ്റ് വിൽ എമിറ്റ് റേഡിയേഷൻ, ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ
മൂവ് ചെയ്യുന്ന ഫ്രീക്വൻസി തന്നെയായിരിക്കും. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ we need to find the frequency of revolution of electron. So according to electromagnetic theory, അതായത് according to classical theory, the frequency of emitted radiation will be equal to that of the frequency of revolving electron. അപ്പോൾ ഇലക്ട്രോണിന്റെ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, സ്പീഡ് എന്ന് പറയുന്നത് എന്താ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ആണ്. അതായത് ഒരു ടൈം പീരീഡ് സമയം കൊണ്ട് ആ ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു പ്രാവശ്യം ആ ഓർബിറ്റിന് ചുറ്റും പോവുകയായിരിക്കും ചെയ്യുക. അതായത് ദ ഡിസ്റ്റൻസ് കവേർഡ് വി ക്യാൻ ഫൈൻഡ് ബൈ ടേക്കിംഗ് ദ സർക്കംഫറൻസ് ഓഫ് ദാറ്റ് ഓർബിറ്റ്. സോ ദ ഇലക്ട്രോൺ സ്പീഡ് ഈസ് ഈക്വൽ ടു ഓർബിറ്റൽ സർക്കംഫറൻസ് ഡിവൈഡ് ബൈ ടൈം പീരീഡ് നമുക്ക് എഴുതാം. ആൻഡ് യു നോ വാട്ട് ഇസ് ദ ഫ്രീക്വൻസി? ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/, ടൈം പീരീഡ് ആണെന്ന് നിങ്ങൾ 9ാം ക്ലാസ് മുതലേ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഐ ആം കീപ്പിംഗ് 1/, ടൈം പീരീഡ് ഇൻ വൺ സൈഡ് ആൻഡ് ഓർബിറ്റൽ സർക്കംഫറൻസ് ഐ ആം മൂവിംഗ് ഇറ്റ് ഫ്രം റൈറ്റ് ഹാൻഡ് സൈഡ് ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. So I will get 1/, time period is equal to electron speed divided by orbital circumference. Otherwise frequency is equal to electron speed divided by orbital circumference. Frequency തൽക്കാലം ഞാൻ ഇവിടെ f എന്ന് എഴുതുന്നു. So f equal to v/2πr എന്ന് നമുക്ക് എഴുതാം. സർക്കംഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുക 2πr എന്നാണ്. You know, if r is the radius, the circumference of that circle will be 2πr. And you know what is the value of v? v എന്ന് പറയുന്ന വെലോസിറ്റി ആണ്. That is equal to e divided by √4πε0 into mr ആണ്. നമ്മളത് കണ്ടുപിടിച്ചത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാം. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാകണം ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഏതൊരു പാർട്ടിക്കിളും സർക്കുലർ മോഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവണം. ഹിയർ ഇൻ ദിസ് കേസ് ദി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡിംഗ് ബൈ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയസ്. ആൻഡ് ഹിയർ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് യു നോ ദാറ്റ് ഈസ് ഈക്വൽ ടു e² divided by 4πε0 r ആണ്. ഫ്രം ദർ വി ക്യാൻ ഫൈൻഡ് v. ഇത് നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. 2 ക്ലാസ് മുമ്പ് നിങ്ങൾ എങ്ങനെയാണ് v എങ്ങനെയാണ് കിട്ടിയെന്ന് നമുക്കറിയാം, നമ്മൾ ചെയ്തിട്ടുള്ളതാണ് മുമ്പത്തെ ക്ലാസ്സിലോ അല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ ക്ലാസ്സിലോ. സോ v is equal to e divided by √4πε0 m into r എന്ന് എഴുതാം. And I am substituting that value in that equation f equal to v/2πr. So I will get f equal to e/2π√4πε0 m into r³ എന്ന് നമുക്ക് എഴുതാം. And in the case of orbital motion അല്ലെങ്കിൽ ഓരോ ഓർബിറ്റിന്റെ കേസിലും നമുക്ക് we know what is the radius of that orbit. rn is equal to ε0 h² divided by πm e² n² എന്ന് നമുക്ക് എഴുതാം. And I am substituting that value for r. So we will get that f equal to e divided by 2π√4πε0 m into ε0 h² n² divided by πm e² whole cube എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് ചെയ്യുമ്പോൾ we will get that f equal to m e⁴ divided by 4ε0² h² n³ എന്ന് നമുക്ക് കിട്ടും. അത് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് അനുസരിച്ച് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അനുസരിച്ച് ദ ഫ്രീക്വൻസി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ ഈസ് ഈക്വൽ ടു ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു m e⁴ divided by 4ε0² h³ n³. So the frequency of emitted radiation is equal to m e⁴ divided by 4ε0² h³ n³ എന്ന് നമുക്ക് എഴുതാം. And we are going to find what will be the frequency of emitted radiation according to quantum mechanics. Quantum prediction എന്ന് ഞാൻ എഴുതി ഉദ്ദേശിച്ചിട്ടുള്ള ആ ബ്രാക്കറ്റിൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്ന് എഴുതണ്ട, അത് ഞാൻ എഴുതിയപ്പോൾ തെറ്റിയതാണ്, സോറി ഫോർ ദാറ്റ്. നിങ്ങൾക്ക് PPT ഷെയർ ചെയ്യുമ്പോൾ ആ തെറ്റ് മാറ്റിയിട്ട് തന്നെ ഷെയർ ചെയ്യാം, അത് ഞാൻ കോപ്പി ചെയ്തപ്പോൾ വന്നു പോയതാണ്. സോറി, എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. അവിടെ ക്വാണ്ടം പ്രൊഡിക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ, ബ്രാക്കറ്റിൽ ഒന്നുമില്ല. ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്ന് പറഞ്ഞ ടൈമില്ല. നമ്മൾ ബോർ ആറ്റമിക് മോഡൽ പഠിച്ചപ്പോൾ വി സ്റ്റഡീഡ് 2 ക്ലാസ്സുകൾക്ക് മുമ്പിൽ എങ്ങാണ്ടാന്ന് തോന്നുന്നു, വി സ്റ്റഡീഡ് വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ അല്ലെ. ഒരു NF എന്ന് പറയുന്ന ക്വാണ്ടം നമ്പറുള്ള ഫൈനൽ സ്റ്റേറ്റിലേക്ക് NA എന്ന് പറയുന്ന ക്വാണ്ടം നമ്പറുള്ള ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ അത് എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു m e⁴ divided by 8ε² h³ into 1/nf² minus 1/ni². അപ്പൊ നമുക്ക് ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച്, കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത് എന്താ, ഹയർ ക്വാണ്ടം നമ്പറിൽ ഈ ക്വാണ്ടം ഫിസിക്സും ക്ലാസിക്കൽ ഫിസിക്സും ഓൾമോസ്റ്റ് സെയിം റിസൾട്ട് ആണ് തരുന്നത് അല്ലെ. അപ്പൊ തൽക്കാലം ഞാൻ ഒരു കാര്യം എടുക്കുകയാണ്, അത് അത്യാവശ്യം വലിയൊരു നമ്പർ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്, NF-ഉം NA-യും. അപ്പൊ അതിനു മുമ്പ് തൽക്കാലം ഞാനൊരു കാര്യം ചെയ്യാണ്, ഐ ആം ടേക്കിംഗ് NA as n and NF is equal to n minus p. NA എന്ന് പറയുന്നത് n എന്ന് എടുക്കുന്നു, NF equal to n minus p എന്ന് ഞാൻ എടുക്കുന്നു. And I am substituting those values there. Then I will get nu is equal to m e⁴ divided by 8ε² h³ into 1/n minus p² minus 1/n² നമുക്ക് കിട്ടും. അപ്പോൾ ഈ 2 ഫ്രാക്ഷൻ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യാനും
ആഡ് ചെയ്യാനും ഒക്കെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. യു നോ ഹൗ ടു ഡു ഇറ്റ്. n മൈനസ് പി സ്ക്വയറും എൻ സ്ക്വയറും കോമൺ LCM ആയിട്ട് നമ്മൾ എടുക്കുന്നു. സോ ദാറ്റ് വിൽ ബി n square minus n minus p whole square. So nu is equal to m raised to 4 divided by 8 epsilon 0 square h cube into n square minus n minus p whole square divided by n minus p whole square into n square, isn't it? അപ്പോൾ n minus p whole square എന്ന് വെച്ചാൽ we will get is equal to n square minus 2np plus p square. അപ്പോൾ ഇവിടെ n square ഉണ്ട്, മൈനസ് ഓഫ് ദിസ് വൺ വരുമ്പോൾ n square ക്യാൻസൽ ചെയ്ത് പോകും. അറ്റ് ലാസ്റ്റ് we will get that is equal to m raised to 4 divided by 8 epsilon square h cube 2np minus p square divided by n minus p whole square into n square നമുക്ക് കിട്ടും, isn't it? അപ്പോൾ ഒന്നും കൂടി പറയുന്നു, അക്കോർഡിംഗ് ടു കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ അറ്റ് ലാർജ് കോണ്ടന്റ് നമ്പേഴ്സ്, അതായത് കോണ്ടന്റ് നമ്പർ വളരെ വലുതായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് NA NF എത്രയായിട്ട് എടുക്കുന്നത്, വി ആർ ടേക്കിംഗ് ഇറ്റ് എ വെരി മച്ച് ഹയർ വാല്യൂ. അതായത് NA എന്ന് പറയുന്നത് തൽക്കാലം ഞാൻ 1001 n എന്ന് പറയുന്നത് ഞാൻ 1000 എടുക്കുക എന്ന് വിചാരിക്കുക. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും അല്ലേ. 1 1000 ആണ്, 1 1001 ആണ്, 1 p എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അപ്പോൾ 2np മൈനസ് പി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാം, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 2np, ഇല്ലേ. 2 into 1000 into p എന്ന് പറയുന്നത് പി സ്ക്വയറിനെ വെച്ച് നോക്കുമ്പോൾ വളരെ, പി സ്ക്വയർ 1 ആണ്, അത് വളരെ വലിയ വാല്യൂ ആണ് 2np എന്ന് പറയുന്നത്. പി സ്ക്വയർ എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ്. സോ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈസ് ഈക്വൽ ടു 2np. സിമിലർലി n മൈനസ് പി സ്ക്വയർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ ആണ് നമുക്ക് പറയാം അല്ലെ. പി എന്ന് പറയുന്നത് അവിടെ വളരെ ചെറുതാണ്, പി ഇവിടെ 1 n അവിടെ 1000 ആണ്. So we can write the previous equation as nu is equal to m raised to 4 divided by 8 epsilon 0 square h cube into 2np divided by n raised to 4 അല്ലേ. n minus p whole square എന്ന് പറയുന്നത് n square എഴുതി, n square into n square എന്ന് പറയുമ്പോൾ അവിടെ we got that is n raised to 4 there. അവിടെ n ഉം n raised to 4 ഒരു n ഉം ക്യാൻസൽ ചെയ്തു. So we can and 2 and 8 and we are cancelling those 2 times. At last we will get the equation as m raised to 4 divided by 8 epsilon square h cube into p by n cube എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഞാനിവിടെ 1 ആയിട്ടാണ് എടുക്കുന്നത്. വി ആൾറെഡി മെൻഷൻഡ് അബൌട്ട് ദാറ്റ് വൺ അല്ലേ. നമ്മൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹിയർ വി ആർ ടേക്കിംഗ് 1 as 1000, അനദർ 1 as 1001, സോ പി വിൽ ബി 1. അപ്പോൾ പി എന്ന് പറയുന്നത് 1 ആകുമ്പോൾ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് ന്യൂ ഈസ് ഈക്വൽ ടു m raised to 4 divided by 8 epsilon square h cube n cube എന്ന് എനിക്ക് എഴുതാം, isn't it? So what is nu? It is the frequency of emitted radiation which we calculated by using quantum theory. So that nu is equal to m raised to 4 divided by 4 epsilon square h cube n cube അല്ലേ. What is the frequency of emitted radiation that we calculated by using classical electromagnetic theory? That f is equal to m raised to 4 divided by 4 epsilon square h cube n cube അല്ലേ. രണ്ടും എന്താണ്, ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്താ, എന്നിന്റെ വാല്യൂ വളരെ അധികമാണെങ്കിൽ, ഇഫ് ദ വാല്യൂ ഓഫ് ക്വാണ്ടം നമ്പർ ഈസ് ലാർജർ, ദ quantum result and classical result will be same അല്ലേ. കുറച്ചും കൂടി വൃത്തിയായിട്ട് പറഞ്ഞാൽ ക്വാണ്ടം റിസൾട്ട് വിൽ അപ്രോച്ചസ് ദ ക്ലാസിക്കൽ റിസൾട്ട് എന്ന് പറയാം. അതായത് ക്വാണ്ടം റിസൾട്ട് ക്ലാസിക്കൽ റിസൾട്ടിന്റെ അടുത്തേക്ക് തന്നെ എത്തും എന്ന് നമുക്ക് പറയാം. അതായത് n എന്ന് പറയുന്നത് 1000-ഓ 2000-ഓ 3000-ഓ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാളും വലുതൊക്കെയാണ്, ഒരു 10,000-ഓ 20,000-ഓ ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലാസിക്കൽ ഫിസിക്സും ക്വാണ്ടം ഫിസിക്സും നമുക്ക് തരുന്നത് ഒരേ റിസൾട്ട് തന്നെയാണ്. ഇറ്റ് ഈസ് നെയിംഡ് ആസ് ദ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. പക്ഷേ സാധാരണ നമ്മൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ n = 1 2 3 4 ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറ്. ആ n = 1 2 3 4 ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ n-ന്റെ വാല്യൂ വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക, ക്ലാസിക്കൽ റിസൾട്ടും ക്വാണ്ടം റിസൾട്ടും രണ്ടും രണ്ടായിരിക്കും കിട്ടുക. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂയും ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂയും രണ്ടും രണ്ടായിരിക്കും. എക്സ്പെരിമെന്റലി ഒബ്സർവ്ഡ് വാല്യൂ എന്ന് പറയുന്നത് അവിടെ എന്തിന് കറസ്പോണ്ടൻസ് ആയിട്ടായിരിക്കും കിട്ടുക, നമുക്ക് കിട്ടുക എന്തായിരിക്കും, ക്ലാസിക്കൽ ഫിസിക്സ് അല്ല, ക്വാണ്ടം ഫിസിക്സ് വെച്ച്, ക്വാണ്ടം ഫിസിക്കൽ ലോസ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ എന്തോ അതായിരിക്കും നമുക്ക് കിട്ടുന്ന എക്സ്പെരിമെന്റൽ റിസൾട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, ഈ പറഞ്ഞ മൈക്രോസ്കോപ്പിക് വേൾഡിലേക്ക് പോകുമ്പോൾ എക്സ്പെരിമെന്റൽ റിസൾട്ട് നമുക്ക് എന്താണ്, ക്വാണ്ടം മെക്കാനിക്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈക്രോസ്കോപ്പിക് വേൾഡിൽ നമ്മൾ എപ്പോഴും എന്ത് ഉപയോഗിക്കുന്നത്, ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിക്കുന്നത്. പക്ഷേ മാക്രോസ്കോപ്പിക് വേൾഡിലാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സും ക്ലാസിക്കൽ മെക്കാനിക്സും വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ഒന്ന് തന്നെയായിരിക്കും. അതല്ലെങ്കിൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ വളരെ അധികമാവുകയാണെങ്കിലും നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സും ക്വാണ്ടം മെക്കാനിക്സും ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 2 പ്രാവശ്യവും നമുക്ക് കിട്ടുന്ന തിയററ്റിക്കൽ റിസൾട്ട് ഒന്ന് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്രോസ്കോപ്പിക് വേൾഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമായത് ക്ലാസിക്കൽ ഫിസിക്സ് ആയതുകൊണ്ട് നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിക്കുകയും
അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിക്കുകയും മൈക്രോസ്കോപ്പിക് വേൾഡിൽ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സ്പീഡിന്റെ കേസ്. ഹയർ സ്പീഡ് ഉള്ള സമയത്ത് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് കിട്ടുന്ന റിസൾട്ട് അല്ല നമുക്ക് എക്സ്പെരിമെന്റിൽ ഒബ്സർവ് ചെയ്യുന്ന റിസൾട്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് ഉപയോഗിക്കുന്നത്. പക്ഷേ സ്പീഡ് വളരെ കുറവാകുകയാണെങ്കിലോ, അതായത് ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 100 മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 1000 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്പീഡുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു വാല്യൂ ആണ്. 3 lakh മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ സെക്കൻഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വളരെ ചെറിയൊരു വാല്യൂ ആണ്. 1000 കിലോമീറ്റർ പെർ സെക്കൻഡും 100 മീറ്റർ പെർ സെക്കൻഡും ഒക്കെ. അപ്പൊ ഇത്രയും ചെറിയ സ്പീഡിൽ ഒരു സാധനം സഞ്ചരിക്കുന്ന ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്താലും ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്താലും നമുക്ക് കിട്ടും ഒരേ റിസൾട്ട് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ മാത്തമാറ്റിക്കലി ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് നമ്മൾ ചെറിയ സ്പീഡിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മൾ ഉപയോഗിക്കുന്ന എവിടെയാണ്? മൈക്രോസ്കോപ്പിക് വേൾഡിൽ. അതുപോലെ തന്നെ ചെറിയ സ്പീഡിൽ പോകുന്ന പാർട്ടിക്കിളിനാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിക്കുക. ആ സ്പീഡിൽ അല്ലെങ്കിൽ വലിയ പാർട്ടിക്കിളിൽ ക്വാണ്ടം മെക്കാനിക്സും റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സും ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്താണ്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന അതേ റിസൾട്ട് ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് പിന്നെ കൂടുതൽ മാത്തമാറ്റിക്കൽ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മൾ മൈക്രോസ്കോപ്പിക് വേൾഡിൽ ഉപയോഗിക്കുന്നു. പക്ഷേ നമ്മുടെ മൈക്രോസ്കോപ്പിക് വേൾഡിൽ നമ്മൾ എന്ത് തന്നെ ഉപയോഗിക്കുന്നു? ക്വാണ്ടം മെക്കാനിക്സ് തന്നെ ഉപയോഗിക്കുന്നു. കാരണം ക്ലാസിക്കൽ മെക്കാനിക്സ് മറ്റൊരു റിസൾട്ട് ആയിരിക്കും എനിക്ക് തരിക. ആ റിസൾട്ട് എക്സ്പെരിമെന്റിൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു റിസൾട്ടേ ആയിരിക്കില്ല. ഓക്കെ, താങ്ക് യു.